ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ഫ്രൈ ആണ്. ഇതൊരു കറി എന്ന പോലെയല്ല ഉപയോഗിക്കേണ്ടത്. ഒരു 4 മണിക്ക് കഴിക്കാനുള്ള സ്നാക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിതവിടെ അധികം മൂക്കാത്ത ചക്കക്കുരു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തെ തോലൊന്നും കളഞ്ഞിട്ടില്ല. അതിനൊക്കെ നടുവേ പിളർന്നതാണ് തോല് കളഞ്ഞ്. ഇതിനെ ഇനി നമുക്കൊന്ന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ട സാധനങ്ങളാണ്: ഒരു സവോള, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു സവോള, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ ഒരു കുട ഇവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അത് പുറത്തെ തോലൊന്നും കളഞ്ഞിട്ടില്ല. അത് വൃത്തിയാവാൻ വേണ്ടി മഞ്ഞ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വരാം. സവോള ഞാനിവിടെ തന്നെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യമേ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ വേണ്ടി വരും. ഒന്ന് ഇതിലത്തെ ജലാംശം ഒന്ന് വറ്റിക്കഴിഞ്ഞ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. എന്നിട്ട് ഇതിന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ ശേഷം അതിന് ശേഷം ആ ഉള്ളി ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അതിൽ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിതിവിടെ സവോളയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടത്, വെളുത്തുള്ളി അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 2 കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഇവിടെ നീളത്തിൽ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേവിച്ച ശേഷം അരിയാണെങ്കിലും അധികം ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഞാൻ ചില കാര്യങ്ങൾ മറന്നു പോയിട്ട് ഇടയ്ക്ക് ഓർമ്മ വരുന്ന സമയത്ത് പറയാറുണ്ട്. അതുപ്രകാരം ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. കടുകാണ് പൊട്ടി വരുന്നത്. ഞാൻ പാൻ പിന്നെ കഴുകുകയൊന്നും ചെയ്തിട്ടില്ല. അത് ആ പാനിൽ തന്നെയാണ് എണ്ണ ഒഴിച്ച് വെച്ചത്. കടുക് പൊട്ടുന്നു. ചക്കക്കുരുവിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഉപ്പ് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുന്ന ചക്കക്കുരു അതിലേക്ക് ചേർത്തി കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്തിയാൽ മതി, ഇതിനനുസരിച്ച് ചേർത്തിയാൽ മതി. നമ്മുടെ ഒരു ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്, അതുകൂടി ചേർത്തി കൊടുക്കാം. ഇത് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഫ്രൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളിയുടെയും സവോളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ചക്കക്കുരു റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.